കുപ്വാരയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരവുമായി ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. കുപ്വാര മേഖലയിലൊക്കെ തുടർച്ചയായിട്ടുള്ള പാക്ക് ഷെല്ലിംഗ് ഉണ്ടാവുകയും അവിടെ സാധാരണക്കാരായ നിരായുധരായ നമ്മുടെ പൗരന്മാരെ സിവിലിയൻസിന് നേരെ പാകിസ്ഥാൻ തുടർച്ചയായിട്ട് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ കുപ്വാരയിൽ പാക് പ്രകോപനമുണ്ടായ സ്ഥലത്ത് നിന്നും നമ്മളുടെ പ്രതിനിധി ചേരുന്നുണ്ട്, ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും. ആദിൽ പാലോട് പറയൂ, ആദിൽ പാലോട് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? എത്ര ദൂരം അകലെയാണ് ലൈൻ ഓഫ് കൺട്രോൾ? എവിടെയാണ് ഷെല്ലാക്രമണം ഉണ്ടായത്? കുപ്വാരയുടെ അതിർത്തി ഗ്രാമങ്ങൾ എനിക്ക് പിന്നിൽ കാണുന്നതാണ്. ഇവിടെ കൃത്യമായ പരിശോധന നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുറിയിൽ കണ്ടതുപോലെ കുപ്വാരയിലും കനത്ത പരിശോധനയാണുള്ളത്. പരിശോധന പൂർത്തിയാക്കിയ ശേഷമേ അത്യാവശ്യക്കാരെ മാത്രമേ അകത്തേക്ക് കടത്തിവിടുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്ന കാഴ്ച. ഈ രൂപത്തിൽ ജമ്മു കാശ്മീരിൻ്റെ സ്പെഷ്യൽ കമാൻഡോകളുടെ പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. ഓരോ ഇടത്തും, പ്രത്യേകിച്ച് ഇത് കഴിഞ്ഞാൽ കുപ്വാര അതിർത്തി ഗ്രാമങ്ങളിലേക്ക് കടക്കുന്ന ഭാഗമാണ്. അവിടെയാണ് ഷെല്ലാക്രമണം ഉണ്ടായത്. ഷെല്ലാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം വീടുകൾ തകർന്നിരുന്നു. ഉറിക്ക് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുമുള്ളത്, കുപ്വാരയിലുമുള്ളത്. കുപ്വാര വളരെ പ്രധാനപ്പെട്ട ഒരു അതിർത്തി മേഖലയാണ്. വടക്കൻ കശ്മീരിൻ്റെ ഭാഗമാണ് കുപ്വാര. വടക്കൻ കശ്മീരിൻ്റെ ഭാഗമായ കുപ്വാരയിൽ ഇന്നലെയും ഷെല്ലിംഗ് ഉണ്ടായിരുന്നു, വെടിവയ്പ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിവയ്പ് ഉൾപ്പെടെ ഉണ്ടായി എന്നുള്ളതായിരുന്നു രാവിലെ വന്ന റിപ്പോർട്ട്. അതിനനുസരിച്ചുള്ള പരിശോധന ഇവിടെ നടക്കുകയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അരുൺകുമാർ, നമ്മൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ വലിയ തോതിലുള്ള പരിശോധന നടക്കുകയാണ്. ചില വീടുകൾക്ക് നേരെ ഷെല്ലാക്രമണത്തിൽ വീടുകൾ തകരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കുപ്വാരയിലേക്ക്, അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ആരെയും തന്നെ വിടുന്നില്ല. സെൻസിറ്റീവായ ഏരിയയാണ്. പ്രത്യേകിച്ച് ആർമിയുടെയൊക്കെ ഒരു സംരക്ഷണയിലാണ് അവിടുത്തെ ഗ്രാമങ്ങൾ കഴിയുന്നത് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച. കൃത്യമായ പരിശോധന, കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് രേഖകൾ കാണിച്ചാൽ മാത്രം അത്യാവശ്യക്കാരെ മാത്രം അകത്തേക്ക് ഗ്രാമങ്ങളിലേക്ക് കടത്തിവിടുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്ന കാഴ്ച. പലയിടത്തും ചെക്ക് പോസ്റ്റുകളുണ്ട്. അവിടെയൊക്കെ പരിശോധന കഴിഞ്ഞ് മാത്രമേ അവർ അകത്തേക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ എന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ രൂപത്തിൽ ആധാർ കാർഡുകൾ പരിശോധിക്കുന്നു, ഒപ്പം അവരുടെ ഐഡൻറ്റിറ്റി കാർഡുകൾ പരിശോധിക്കുന്നു. എന്നതിന് ശേഷം മാത്രമാണ്, ID കാർഡ് പരിശോധിച്ച ശേഷം മാത്രമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. ഇപ്പോഴും സെൻസിറ്റീവായ മേഖലയായതിനാൽ ഷെല്ലിങ്ങിനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകളെ അകത്തേക്ക് കടത്തിവിടാതിരിക്കാനുള്ള ശ്രദ്ധയാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നതാണ് നമ്മളിവിടെ കാണുന്ന കാഴ്ച. അരുൺകുമാർ, ജമ്മു കശ്മീരിൽ ആകെ ജാഗ്രതയുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കശ്മീരിൻ്റെയൊക്കെ ഈ മേഖലകൾ, ജമ്മു കശ്മീരിലാകെ സ്കൂളുകൾ ഇന്ന് അടച്ചിരിക്കുകയാണ്. സ്കൂളുകൾ പൂർണ്ണമായി തൽക്കാലത്തേക്ക് അടച്ചിടാനുള്ള നിർദ്ദേശമുണ്ട്. ഈ ഭാഗത്തു കൂടി പോകുമ്പോഴാണ് ലേ ലഡാക്ക് അടക്കമുള്ള മേഖലകളിലേക്ക് എത്തുക. ഈ ഭാഗമാകെ, ലേ ലഡാക്ക് മുതൽ വടക്കൻ കശ്മീർ, ജമ്മു എത്തുന്നത് വരെയുള്ള ഭാഗം ഫുൾ സെൻസിറ്റീവാണ് എന്നതാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ രൂപത്തിലുള്ള ഒരു സുരക്ഷയും ജാഗ്രതയും എല്ലാം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഓരോരുത്തരെയും അകത്തേക്ക് കടത്തിവിടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അരുൺ, ഓക്കെ, ശരി. എന്തായാലും അതിൽ മുന്നോട്ട് പോവുക. എനിക്ക് തോന്നുന്നു നമ്മളെ അടക്കമുള്ള സംഘത്തെ ഇപ്പോൾ പരിശോധിച്ച് അവിടേക്ക് പോവുകയാണ്. അവിടെ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് തോന്നുന്നല്ലേ കുപ്വാരയിൽ ഈ ഷെല്ലാക്രമണമൊക്കെ നടന്ന ആ പ്രദേശത്തേക്ക്? ഉറപ്പായും ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ, ഒരു 4-5 കിലോമീറ്റർ മാത്രമേ അകത്തേക്ക് പോകേണ്ടതുള്ളൂ. അവിടേക്ക് വലിയ സെൻസിറ്റീവായ ഏരിയ ആണെന്നുള്ളതാണ് ഇവിടെ നിന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരം ഓരോ ദിവസവും വാർത്ത കൊടുക്കുന്നതാണ് കുപ്വാര, ഉറി മേഖലകളിലൊക്കെ വെടിവയ്പ്പും പാകിസ്ഥാൻ്റെ പ്രകോപനവും ഉണ്ടായി എന്നുള്ളത്. ആ രൂപത്തിൽ ഇന്നലെ രാത്രിയും പാകിസ്ഥാൻ്റെ പ്രകോപനമുണ്ടായിരുന്നു, ഷെല്ലാക്രമണമുണ്ടായിരുന്നു. ആ ഷെല്ലാക്രമണമുണ്ടായ ഭാഗത്തിന് തൊട്ട് അടുത്തുള്ള റോഡാണിത്. ഇവിടെ നിന്ന് കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അകത്തേക്ക് ഗ്രാമങ്ങളിലൊക്കെ പോകാൻ ഇവരെ അനുവദിക്കുന്നു എന്നതാണ്. ഇന്നലെ തന്നെ വലിയ ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു. പല ഗ്രാമങ്ങളും ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗ്രാമങ്ങളിൽ നിന്നുള്ള ഗ്രാമവാസികൾ വീടുപേക്ഷിച്ച് പലയിടത്തും ഷെല്ലാക്രമണത്തിൽ വീടുകൾ തകർന്നിരുന്നു. കഴിഞ്ഞ ദിവസം മുറിയിലെ സലാമാബാദിൽ നമ്മൾ കാണിച്ചതുപോലത്തെ സമാനമായ സാഹചര്യം കുപ്വാരയിൽ പലയിടത്തും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ദേശീയ മാധ്യമങ്ങളിൽ കണ്ടത്. ആ രൂപത്തിലുള്ള സാഹചര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം ആളുകളെ കടത്തിവിടുന്നു. ഇന്നലെയോടെ തന്നെ പല ഗ്രാമങ്ങളിലും ഈ ഷെല്ലാക്രമണം തുടങ്ങിയ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ബന്ധുവീടുകളിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കുമൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്, വീടുകൾ കാലിയാക്കി ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം ഇവിടെ നിന്നും മുന്നിലേക്ക് പോകാൻ അനുവദിക്കുന്ന സ്ഥിതിയാണുള്ളത്. വളരെ സെൻസിറ്റീവായ ഏരിയയാണ് കുപ്വാര എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. സ്ഥിരം നമ്മൾ വെടിവയ്പ്പിലും മറ്റുമൊക്കെ കേൾക്കുന്ന പേരാണ്. പ്രത്യേകിച്ച് വെടിവയ്പ് ഉണ്ടാകുന്നു, ഷെല്ലിംഗ് ഉണ്ടാകുന്നു അടുത്ത ഗ്രാമങ്ങളിൽ എന്നുള്ളതാണ്. കുപ്വാരയുടെ വിവിധ മേഖലകൾ നമുക്ക് ഈ ഒരു വശത്തേക്ക് മനു ബാലകൃഷ്ണൻ ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ വലിയ മലനിരകളാണ്, കുത്തനെയുള്ള മലഞ്ചെരുവുകളും മലനിരകളുമാണ്. ഇതിൻ്റെ അപ്പുറം ഭാഗം
പാകിസ്ഥാൻ ഈ പാക് ഒക്യുപ്പൈഡ് കശ്മീരാണ്, പാക് അധിനിവേശ കശ്മീരാണ്. അതുകൊണ്ട് തന്നെ അവിടെ പാകിസ്ഥാൻ്റെ പോസ്റ്റുകൾ ഉണ്ടാകും. അവിടെ നിന്നുള്ള ഷെല്ലിംഗ് ആണ് ഈ ഗ്രാമങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. വലിയ ദുസ്സഹമായ ജീവിതമാണ്. ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവരുടെ ഗ്രാമങ്ങളിലേക്ക് എത്താൻ ആ ജീവിതം വളരെ ഈ ഇപ്പോഴുള്ള സാഹചര്യം പരിഗണിച്ചാൽ ബുദ്ധിമുട്ടേറിയ ജീവിതമാണെന്ന് പറയാതെ വയ്യ. ഷെല്ലിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പലരും വീട് ഉപേക്ഷിച്ച് മറ്റു ഭാഗങ്ങളിലേക്ക്, ബന്ധുവീടുകളിലേക്ക്, അടുത്തുള്ള മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നതും ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് കുപ്വാരയിലെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് കടത്തിവിടുന്നത് വാഹനങ്ങളെ. അരുൺകുമാർ. ഓക്കെ, ആദിൽ പാലോടാണ് ഇപ്പോൾ കുപ്വാരയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. അതിൽ ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ അല്ലേ? ഇപ്പോൾ മുന്നിലേക്ക് പോകാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുന്നിലേക്ക് പോകാനാകും എന്ന് ഇവിടുന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഉറിയേക്കാൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഉറിയേക്കാൾ കൂടുതൽ സെൻസിറ്റീവാണ് ഇവിടുത്തെ ഭാഗം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. പരമാവധി പോകാൻ കഴിയുന്ന സൈന്യത്തിൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും ഇവിടുത്തെ പ്രാദേശിക സർക്കാരുകളുടെയും അനുമതിയോടെ പോകാൻ കഴിയുന്ന പരമാവധി സ്ഥലം വരെ പോകാം എന്നാണ് കരുതുന്നത്, സുരക്ഷയോടുകൂടി തന്നെ. കാരണം ഇവിടെ ഈ അതിർത്തികളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോവുക. സൈന്യം അനുസരിക്കുന്ന, സൈന്യം പറയുന്ന, അതേപോലെ തന്നെ CRPFും BSFും ഒക്കെ പറയുന്ന, അവിടുത്തെ കമാൻഡോസ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും മുന്നോട്ട് പോയ ആ ദൃശ്യങ്ങൾ അവർ പറയുന്നതനുസരിച്ച് നമ്മൾ പകർത്തി പ്രേക്ഷകരെ കാണിക്കും. ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാത്രം പോവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഐഡന്റിറ്റി, അതേപോലെ തന്നെ ഹെൽമെറ്റ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്ന സാഹചര്യങ്ങളിൽ ഷെല്ലാക്രമണമുണ്ടായ കുപ്വാര, പൂഞ്ച്, രജൌരി, അതേപോലെ സലാമാബാദ് ഈ പ്രദേശങ്ങളിലൊക്കെ റിപ്പോർട്ടർ വാർത്താ സംഘം എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും ഇപ്പോൾ കുപ്വാരയിലേക്കുള്ള യാത്രയിലാണ്.